യെസ് ഹലോ അച്ചോ ഹായ് നമസ്തേ +1 ഹിന്ദിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലുള്ള ആ ഒരു ഡിസ്കോഴ്സും ഫോർമാറ്റും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും എന്നൊരു കാര്യത്തിലേക്കാണ്. ഓൾറെഡി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഡിസ്കോഴ്സസിലേക്ക് കിടക്കാം. ഏതൊക്കെയാണുള്ളത്? ആദ്യം തന്നെ നമുക്കുള്ളത് ഈ ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. സോ പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ പലതവണ പഠിച്ചാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ്? ഹെഡ്ലൈനിൽ തന്നെ നമ്മുടെ GHHS ഏതാണോ സ്കൂൾ, GHHS ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര്, കണ്ണൂർന്നോ GHHS ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ അതെന്ത് ചെയ്യണം? അവിടെ മെൻഷൻ ചെയ്തിട്ട് വേണം സ്കൂളിൻ്റെ ആ ഒരു തലക്കെട്ട്. ഓക്കെ, സ്കൂളിൻ്റെ ആ ഒരു തലക്കെട്ട് കൊടുത്തു. എന്നിട്ട് എന്താണ്? ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനം. ചോദ്യത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്കൂളിലെ ഒരു ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനെ സംബന്ധിച്ചാണ് പോസ്റ്റർ തയ്യാറാക്കുവാണെങ്കിൽ തലക്കെട്ടിൽ എന്താണ്? ഹിന്ദി ക്ലബ് കാ ജോ ഉദ്ഘാടൻ ഹെ. ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്? അയാളെയാണ് ഉദ്ഘാടകൻ എന്ന് പറയുന്നത്. സോ ഉദ്ഘാടകർ ആരാണ്? ആദരണീയ ജില്ലാധീഷാണ്. ആദരണീയ ജില്ലാധീഷ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അടുത്ത ആരാണ്? സ്ഥാൻ. ഇതെന്തായാലും മെൻഷൻ ചെയ്യണം. സ്ഥാനം ഏതാണ്? സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂൾ സഭാഗർ, സ്കൂൾ ഓഡിറ്റോറിയം എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അടുത്ത താരിഖ് ഏത് ഡേറ്റിലാണ്? 14 സെപ്റ്റംബർ 2025. ഹിന്ദി ദിവസമാണ് 14 സെപ്റ്റംബർ. അതുകൊണ്ട് ആ ദിവസം തന്നെയാണ് ഹിന്ദി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഡേറ്റ് മെൻഷൻ ചെയ്തില്ലേ? സമയം എപ്പോഴാ? സുബഹ് 10 ബജെ, സബേരെ 10 ബജെ, രാവിലെ 10 മണിക്കാണ് സമയം. ഓക്കെ, എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇത് എഴുതാൻ മറക്കരുത്. സബ്കാ സ്വാഗത് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഹിന്ദി ക്ലബ്ബ് GHHS ആ ഒരു സ്കൂളിൻ്റെ പേരും കൂടെ മെൻഷൻ ചെയ്യണം. ആരാണ് നടത്തുന്നത് അവരും കൂടെ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് ആയി. ടീക്ക് വെച്ചോ, ഇതാണ് ആ ഒരു പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ സാധിക്കണം. 6 മാർക്കാണ് പോസ്റ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്ററിനെ ഒന്നുകൂടെ രസകരമാക്കി എഴുതാം. എങ്ങനെ എഴുതാം? കുറച്ചും കൂടി ഡെക്കറേഷൻ ആക്കി എഴുതുമ്പോൾ നല്ല രീതിയിൽ ഒരു ബോക്സ് വരയ്ക്കുന്നു. ഓക്കെ, നല്ലൊരു ബോക്സ് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? GHHS ഏതാണോ എഴുതുന്നു. എന്നിട്ട് എന്താണ്? ഹിന്ദി ദിവസ് സമാരോഹ ഓർ ഭാഷൺ പ്രതിയോഗിത, ഹിന്ദി ദിവസത്തിന്റെ ആ ഒരു പ്രോഗ്രാമോ അതുപോലെ തന്നെ എന്താണ് ഇലക്യൂഷൻ കോമ്പറ്റീഷനും നമ്മൾ നടത്തുന്നു. 14 സെപ്റ്റംബർ 2023. ഉദ്ഘാടനം ആരാണ്? ആദരണീയ ജില്ലാധീഷ്. നല്ലൊരു ബോക്സിലേക്ക് ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്താണ്? സ്ഥാനം ഏതാണ്? സ്കൂൾ സഭാഗർ. ഓക്കെ, അല്ലെങ്കിൽ സ്കൂൾ സഭാഭവൻ. അടുത്ത് എന്താണ്? സമയ സബേരെ 10 ബജെ, ഭാഷൺ പ്രതിയോഗിത, ഇലക്യൂഷൻ കോമ്പറ്റീഷൻ. അതിൻ്റെ പരിപാടിയായിട്ട് ഇലക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തുന്നു. 11 ബജെ സെ ഭാഷൺ ശുരു ഹോഗ കോമ്പറ്റീഷൻ. വിഷയം എന്താണ്? വിശ്വഭാഷ കെ റൂമെ ഹിന്ദി കാ വികാസ്. അതൊക്കെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് എപ്പോഴാണ്? സബ്കാ സ്വാഗത്, ജയ് ഹിന്ദ്, ജയ് ഭാഷ, യെസ് ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. ഹിന്ദി ക്ലബ്ബ് എവിടെയാണ്? GHHS. അതുകൂടെ മെൻഷൻ ചെയ്ത് ഇതാണ് ഒരു പോസ്റ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് അതുപോലെ തന്നെ ജസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. കാരണം സ്കൂൾ ശരിയാണ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇത് മാറ്റുക, ഡേറ്റ് മാറ്റുക, സ്ഥാൻ, സബേരെ, ഭാഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഉദ്ഘാടനം ഇതൊക്കെ സെയിം ആണ്. ഉദ്ഘാടനം അതന്നെ എഴുതിയാൽ മതി. ആദരണീയ ജില്ലാധീഷ്. ഇതാണ് പോസ്റ്ററിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ അല്ലടാ? 6 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ പഠിക്കുന്നതിലൂടെ വാങ്ങാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് പ്രിയമിത്ര. ലെറ്റർ റൈറ്റിംഗ് ആണ്. സോ ഒരു ലെറ്റർ ചോദിക്കുവാണെങ്കിൽ, ഒരാൾക്ക് ഒരു ലെറ്റർ അയക്കണം, എങ്ങനെയാണെങ്കിൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്താടാ? ലെറ്റർ എഴുതുന്ന സമയത്ത് സ്ഥാൻ താരിഖ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നു. ഏതെങ്കിലും ഒരു സ്ഥാൻ, കണ്ണൂർ എന്ന് എഴുതി. അടുത്ത് എന്താണ്? താരിഖ് ഏതാടാ? 13/12/2025. താരിഖും നമ്മൾ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? തും പ്രിയമിത്രമേ. ഓക്കെ, ആരെങ്കിലും പേരുണ്ടെങ്കിൽ അത് എഴുതുക. തും കേസേ ഹോ, അതുപോലെ എഴുതിക്കോ. ഖുഷ് ഹോന, ഓക്കെ അല്ലേ? ഏക് വിശേഷ ബാത് ബതാനെ കെ ലിയെ പത്ര ലിഖ്താ ഹൂ. ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ പത്രം, ലെറ്റർ എഴുതുന്നത് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജവാബി പത്രിക, എല്ലാ പത്രങ്ങളും എഴുതി. തുംസെ ജറൂർ മിലൂങ്ക, നിന്നെ ഇതാണ് തുമാരെ സാത്ത് മുലാഖാത്ത് ഹോഗെ, നിന്നെ തുംസെ ജറൂർ മിലൂങ്ക, നിന്നെ വീണ്ടും കണ്ടുമുട്ടുന്നൊക്കെ പറ്റുന്നതാണ് എഴുതിയിരുന്നു. ജവാബ് ജോ പ്രതീക്ഷാമേ. ഓക്കെ, റിപ്ലൈ ലെറ്ററിന്റെ പ്രതീക്ഷത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതിന്റെ അതേ ഇവിടെ എന്ത് ചെയ്യണം? തുമാരാ മിത്ര, അയാളുടെ ഒപ്പിടുന്നു. തുമാരാ മിത്ര, അയാളുടെ എന്തിരുന്നു? ഒരു സിഗ്നേച്ചർ ഇടുന്നു, അയാളുടെ പേര് എഴുതുന്നു. അപ്പോൾ ആർക്കാണ് അയക്കുന്നത്? അവിടെയാണ് ഫ്രം അഡ്രസ് ചെയ്തത്. ഇവിടെയാണ് ഫ്രം എഴുതുക, ഇവിടെയാണ് ടു അഡ്രസ് ചെയ്തുക. സേവാമേ, ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, പത്ത. അതാണ് നമ്മൾ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഈസി അല്ല? യെസ്. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു വിജ്ഞാപൻ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. വിജ്ഞാപൻ നമുക്ക് ചോദിച്ചാൽ വിജ്ഞാപൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ എഴുതണം? ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു. എന്താണ്? ബസാർ മേ ഹാൽ ഹി ഏക് പെൻ, ഒരു പുതിയ പെന്ന് വന്നിട്ടുണ്ട്, അതിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാണ്? എന്താണ്? ഒരു വിജ്ഞാപൻ, ഒരു അഡ്വർടൈസ്മെന്റ്. വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആണ്. ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ പറ്റാവുള്ള അഡ്വർടൈസ്മെന്റ് എങ്ങനെ എഴുതാടാ? സുന്ദർ ലിഖാവട്ട് കെ ലിയെ, നല്ലൊരു എഴുത്തിനായി, നല്ലൊരു ഫോണ്ട് സ്റ്റൈൽ, നല്ലൊരു എഴുത്തിന് വേണ്ടിയിട്ട് എന്താടാ? എന്തെടുക്കാം? ഐ ഹാ നെയ് കലം വന്നിട്ടുണ്ട്, പുതിയ കലം. കലത്തിന്റെ കമ്പനിയുടെ പേര് നമ്മൾ എഴുതി മാനോ കലം എന്ന് എഴുതി. കലം കെ രാജ, പെന്നിന്റെ രാജാവാണ്. അല്ലെങ്കിൽ കാറ് വന്നാൽ എന്താടാ? കാറുകളുടെ രാജാവാണ് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ വിശേഷത, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. ക്ലിയർ അല്ലടാ? ഓക്കെ, സോ യെസ്, ക്ലിയർ അല്ലടാ? സോ അടുത്ത വിശേഷ ഓഫർ. ഒരു നല്ലൊരു ഓഫർ ഉണ്ട്. ഒരു കലം വാങ്ങുമ്പോൾ ഒരു പെൻസിൽ കിട്ടും. ഓക്കെ, ക്യാരക്ടർ ആ ഒരു പരിപാടി കംപ്ലീറ്റ് ആയി. നമ്മൾ ആ പെന്നിൻ്റെ എഴുതി.
तो आज ही खरीदे, ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ, ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ. സോ ഇതാണ് വിജ്ഞാപൻ. അഡ്വർടൈസ്മെന്റ് എഴുതുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു ഫോട്ടോ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ വരച്ചു വെക്കണം. ഓക്കെ, യെസ്. നിർമ്മാത ആരാണ്, പ്രൊഡക്ഷൻ, പിന്നെ ആരാണ് അതിൻ്റെ ഒരു നിർമ്മാത ആരാണെന്ന് എഴുതണം, അവരുടെ കോൺടാക്ട് നമ്പർ എഴുതണം, ഇമെയിലും കൂടെ മെൻഷൻ ചെയ്യണം. എന്നാലും മാത്രം എന്താണ് അവർക്ക് സെയിലിന് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ, അതും കൂടെ മെൻഷൻ ചെയ്യുന്നു, പരിപാടി തീരുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നതാണ് RTA. ലെറ്റർ ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്. RTA എഴുതി ലെറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം, ഈ 8 മാർക്കിൻ്റെ പാരിഭാഷിക് ശബ്ദാവലിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, 8 മാർക്കിൻ്റെ പാരിഭാഷിക് ശബ്ദാവലി ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 8 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. ഈ ഒരു RTA റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് ചോദിക്കോ. ഞാൻ അടുത്തൊരു ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒരു 8 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് പ്രേക്ഷകർ, നിങ്ങൾക്ക് എന്തായാലും എജുപോർട്ട് SLC ഈ ഒരു എജുപോർട്ട് +1 ചാനൽ നിങ്ങൾക്ക് കാണാം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, 16 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ആരാണോ അയക്കുന്നത്, ആർക്കാണോ അയക്കുന്നത്, ടു അഡ്രസ്സ്, എന്നിട്ട് എന്താണ് ടു അഡ്രസ്സ് എഴുതി മഹോദയ് സർ വിഷയം എഴുതി, എന്നിട്ട് എന്താണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സന്ദർഭ റെഫറൻസ് എഴുതി, അതിനുകൂടെ മാംഗി ഗൈ സൂചന, സർക്കാർ ദ്വാരാ ക്യാ ക്യാ കാർവായി की गई है, क्या क्या कार्रवाई की गई है, ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭവതീയ ഓക്കെ റെസ്പെക്ട്ഫുള്ളി ഫെയ്ത്ത്ഫുള്ളി ഒപ്പിടുന്നു, പേരെഴുതുന്നു, ആരാണോ അയക്കുന്നത്. ഇവിടെ സ്ഥാൻ താരിഖ് എഴുതി. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം ചോദിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക്, നല്ലൊരു മാർക്ക് എന്തായാലും വാങ്ങാൻ സാധിക്കുന്നതാണ്. കാരണം അത്രക്കും ഒരു എളുപ്പം തന്നെയാണ്. +1 ഹിന്ദി അത്ര ടഫ് അല്ല കമ്പാരിങ് ടു ദ 10th. സോ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്, നല്ലൊരു മാർക്ക് എന്തായാലും ഹിന്ദിയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. എല്ലാത്തിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആണെന്ന് വിചാരിച്ചു. ഫോർമാറ്റ് ക്ലിയറിലെ എല്ലാത്തിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. സോ താങ്ക് യു, വെച്ചോ, താങ്ക് യു. റെഡി? സോ മിൽത്തെ ഹേ അഗली वीडियो में. जय हिंद, थैंक यू.